കലവയാണ് കലവ 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 കലവക്കുട്ടി 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 അത് കലക്കി കാണവാ സെറ്റായിക്കൊണ്ടിരിക്കണം. ഒരു 2 മിനിറ്റ് നടക്കും. 4 പീസ് വളയന്റെ പീസും ഒരേ കഷ്ടം മാച്ചാലും നമ്മാണ് കഴിക്കും. വായിൽ വെള്ളം പറ്റുന്നുണ്ട് നിങ്ങളെ അങ്ങനെ ഇതിനെ വലിച്ചെറിഞ്ഞപ്പോ എന്നെ കുറെ പേര് പ്രാഗി തെറി പറഞ്ഞു. ഇത് കടലിലെ മക്കൾക്ക് ദോഷം ചെയ്യണ ഒരു മീനാണ്. ബഫറൻസിൽപ്പെട്ട ഈ ഒരു പൊത്തല് കടലിലെ മക്കൾക്ക് ചരക്കിനെല്ലാം കടിച്ച് നശിപ്പിക്കും. ഇരാളി ചേട്ടാ നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മ ഇന്ന് വന്നേക്കണത് ആഴക്കടലിലാണ്. അടിപൊളി കിടുക്കൻ കാണാൻ വേട്ടക്കാണ് വന്നേക്കണത്. മാത്രമല്ല നമ്മ ഇന്ന് 2ാം ദിവസം ഞാനിപ്പം ഇന്ന് 2ാം ദിവസം ഇൻട്രോ എടുക്കണ കാര്യം വേറൊന്നും കൊണ്ടല്ല, അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടുന്ന വടുതക്കോര എന്ന് പറഞ്ഞ മീൻ. അത് സ്വർണത്തിന്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നീണ്ടകര ഹാർബറിൽ അതിന് 30,000 രൂപയൊക്കെയാണ് ഭയങ്കര വൈറലായ ഒരു വീഡിയോ. ആ മീനിനെ നമ്മുടെ ബോട്ടിൽ ആദ്യമായിട്ടാണ് ഇന്ന് ഇവർ ഞങ്ങളൊക്കെ കണ്ടേക്കുന്നത്. വടുതക്കോര എന്ന് പറഞ്ഞ മീൻ. അതിൻ്റെ ഇടത്തിൽപ്പെട്ട ആ സ്വർണ്ണത്തിന്റെ മീൻ നല്ല കാശ് കിട്ടും, 10,000 രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റോറിലാക്കി വെച്ചിട്ട് നമുക്ക് ഇന്നലെ വൈകുന്നേരമാണ് കിട്ടിയത്, ആദ്യത്തെ ദിവസമാണ് കിട്ടിയത്. അപ്പോൾ ആ മീനൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ തൊട്ട് കണവ അഥവാ കൂന്തലും കണവനൊക്കെ പിടിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് വീഡിയോ. അപ്പോൾ ഒരു അടിപൊളി കിടുക്കാജ് ഫിഷിംഗ് ആയിട്ട് ഇത് നമ്മൾ നടത്തിയേക്കണം. പിന്നെ അത് മാത്രമല്ല 6 ദിവസത്തോളം നമ്മൾ ചില ഫിഷിംഗ് നടത്തും, ചിലപ്പോൾ 5 ദിവസം മീൻ കിട്ടുന്നത്. എന്തായാലും 5-4 ദിവസം നമ്മൾ എന്തായാലും കടലിലേക്ക് കിടക്കും. അപ്പം ഓരോ ദിവസത്തെ ഫിഷിംഗ് വെച്ച് ഓരോ ദിവസം രീതിയിൽ എപ്പിസോഡ് 1 എപ്പിസോഡ് 2 അങ്ങനെയൊക്കെ ഞാൻ നമ്മുടെ കടൽ കൊമ്പൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണാം, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലൊക്കെ പറഞ്ഞ് നീട്ടുള്ള ഒരു അടിപൊളി കിടുക്കാജ് ഫിഷിംഗ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അതുപോലെ തന്നെ അപൂർവമായിട്ട് കിട്ടുന്ന മീന നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് വൈകുന്നേരത്തെ ലാസ്റ്റ് വലയിലാണ് ആ മീൻ കിട്ടിയത്. അപ്പോൾ പറഞ്ഞ് നീട്ടുള്ള നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹലോ മച്ചാമാരെ, 12 മണിയോടെ ഞാൻ ബോട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പ്രാവശ്യവും മുനമ്പ വഴി ഇറങ്ങിയാണ് പോണത്. അതും സെൻട്രൽ ഗാലോസ് ബോട്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ സൈഡ് ഗാലോസ് ബോട്ടിലാണ്. നമ്മൾ വൈപ്പിൽ നിന്നാണ് ബോട്ട് പോകുന്നത്. ബോട്ട് കെട്ടൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോയുടെ അവസാനം വരെയും കാണണം. കാരണം അപൂർവമായിട്ട് അധികം ആർക്കും കിട്ടാത്തൊരു മത്സ്യം, വില കൂടിയ മീനാണ്. പടജിക്കോര എന്നാണ് ഈ മീനിൻ്റെ പേര്. 2-3 വീഡിയോ മാത്രമേ ഈ മീനെക്കുറിച്ചുള്ളൂ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. ആ ഒരു മത്സ്യം ഞങ്ങൾക്കും കിട്ടി. ഞാനും ആദ്യമായിട്ടാണ് ഈ മീനെ കണ്ടേക്കണം. അങ്ങനെ നമ്മൾ 6 ദിവസത്തെ ഫിഷിങ്ങിന് വേണ്ടി ആഴക്കടലിലോട്ട് പോവുകയാണ്. മെയിനായിട്ട് കൂന്തൽ, അതുപോലെ തന്നെ കണവ, നീരാളി, വറ്റ, തളയൻ അങ്ങനെയുള്ള മീനുകളൊക്കെ നമ്മൾ ലക്ഷ്യം വെച്ചാണ് പോണത്. പലപ്പോഴും മാലിയങ്കര പാലത്തിൻ്റെ അടിയിൽ കൂടി പോയപ്പോഴും ഈ തവണ ഗോശ്രീ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മുടെ ബോട്ട് പോണത്. അത് ആഴക്കടലിലോട്ട് പോവുകയാണ്, നമ്മൾ അഴിയിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഗോശ്രീ പാലം കടന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം നമുക്ക് സൈഡിൽ കൂടി ഒരു വലിയൊരു കപ്പൽ അത്യാവശ്യം വെട്ടമൊക്കെ ഇട്ട് പോകണുണ്ട്. പകലായിരുന്നെങ്കിൽ ഇത്തിരി നല്ല ഭംഗിയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയാണ്. ഇത് രാത്രി ആയതുകൊണ്ട് അധികം നമുക്ക് വെട്ടത്തില്ല. ഹലോ മച്ചാമാരെ, അങ്ങനെ നേരം വെളുത്ത് നമ്മുടെ ചേട്ടന്മാരെല്ലാവരും അമരത്തോട്ട് വന്നിട്ടുണ്ട്. പിന്നെ സൈഡ് ഗാലോസും സെൻട്രൽ ഗാലോസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ സൈഡ് ഗാലോസ് ബോട്ടിലെ വയർ റോപ്പ് കയറുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടോട്ടാ. സാധാരണ ഒരു സെൻട്രൽ ഗാലോസ് ബോട്ടിലാണെങ്കിൽ 2 പേരിന്ന് കപ്പി തള്ളാൻ നിൽക്കണം. ഇതാകുമ്പോൾ അങ്ങനെ വേണ്ട, ഒരാളിൽ നിന്ന് റോപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതനുസരിച്ച് കപ്പി നീങ്ങി നമ്മുടെ വയർ റോപ്പ് വീഞ്ചിലോട്ട് കയറും. കണ്ട ചുറ്റി കയറുന്ന കാഴ്ച കണ്ട, അധികം അപകടവുമില്ല. അതുപോലെ തന്നെ ബോർഡും കാര്യങ്ങളും ബോർഡ് കയറി കഴിഞ്ഞാൽ നമ്മുടെ റോപ്പ് സാധാരണ സെൻട്രൽ ഗാലോസിലാണെങ്കിൽ നമ്മൾ കൈക്ക് പിടിച്ച് കയറ്റണം. കട്ടയൊക്കെ ആണെങ്കിൽ സൈഡിൽ നിന്ന് കൈക്ക് പിടിച്ച് കയറണം. പക്ഷേ സൈഡ് ഗാലോസിലാകുമ്പോൾ അതില്ല. ഇത്തിരി കൂടി വ്യത്യാസം വന്നിട്ടുണ്ട്. പണിക്ക് ഇത്തിരി കൂടി എളുപ്പമായിട്ടുണ്ട്. റോപ്പും വീഞ്ചി കൂടി തന്നെ കയറും. അങ്ങനെ റോപ്പും എല്ലാം കയറിയ ശേഷം ചേട്ടന്മാരെല്ലാവരും ബോട്ടിൻ്റെ പുറകുവശത്ത് നിന്നാണ് വല പിടിക്കുന്നത്. സൈഡ് ഗാലോസിന് പുറകുവശവും സെൻട്രൽ ഗാലോസിന് സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സൈഡ് ഗാലോസിന് ചേട്ടന്മാരെല്ലാവരും പുറകിൽ വന്നിട്ട് പിടിക്കുകയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് സ്രാങ്ക് റിവേഴ്സ് വെച്ച് കൊടുക്കും ബോട്ട്. അപ്പോൾ വേഗം എളുപ്പത്തിൽ വല കയറും. അങ്ങനെ ചേട്ടന്മാരെല്ലാവരും കൂടി ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ തെളിച്ച് വെക്കുകയാണ്. ഏറ്റവും കൂടുതൽ പണി വരുന്നത് നമ്മുടെ 2 സൈഡിൽ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സൈഡിൽ നമ്മുടെ ബിജു ചേട്ടനും മറ്റേ സൈഡിൽ നമ്മുടെ ശ്രീനു ചേട്ടനുമാണ്. അവർ മട പിടിക്കണതാണ്. മടക്കാവുമ്പോൾ നല്ല വെയിറ്റും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവർ മട പിടിച്ച് കയറ്റുന്ന ആൾക്കാരാണ്. കണ്ട
അങ്ങനെ മടയും കാര്യങ്ങളൊക്കെ കയറി നമ്മുടെ വല ഒരുവിധം കയറി വന്നേക്കാണ്. അങ്ങനെ വല അടുപ്പിച്ച് നമ്മുടെ സെൻട്രൽ ലൈനാണ് ആ കിടക്കുന്നത്, ആ റോപ്പ് ചരക്കിൻ്റെ. അങ്ങനെ നമ്മുടെ ചരക്ക് ഇതേ കപ്പിയിൽ കൊടുക്കാൻ പോണാണ്. കപ്പിയും കൊണ്ട് ചേട്ടൻ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ കപ്പിയിൽ കൊടുത്തിന് ചരക്ക് കയറാൻ പോണ ഒരു കാഴ്ചയും കാര്യങ്ങളും നമ്മൾ കാണാൻ പോകണം. അപ്പോൾ വലയുടെ ഇടയിൽ ഒരു ചെറിയൊരു കൂന്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. കൂന്തൽ പണിക്കാണ് നമ്മൾ വന്നേക്കുന്നത്. 1 വർഷത്തിന് ശേഷമാണ് ഇപ്പം നമ്മളൊരു കൂന്തൽ പണിയുടെ വീഡിയോ ഇങ്ങനെ ഇടാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ. അങ്ങനെ നമ്മുടെ പ്രവീൺ ചേട്ടനാണ് ഇതേ കോടൻ്റ് പൊട്ടിക്കുകയാണ്. ചേട്ടൻ 2-3 പ്രാവശ്യം വലിച്ച് നോക്കിയിട്ടും കോടൻ്റ് പൊട്ടിയില്ല. ചരക്ക് കുറവായതുകൊണ്ട് നമ്മൾ വലിച്ച് പൊട്ടിക്കണ്ട, കൈക്ക് തന്നെ പൊട്ടിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ആട്ടിയാണ് പൊട്ടിക്കാറ്. കൈക്ക് തന്നെ പൊട്ടിയിട്ടുണ്ട്. 2-3 വലി വലിക്കണം. അപ്പുറം കുഞ്ഞനുണ്ട്. വിചാരിച്ചത്രയും കൂന്തൽ നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും 2-3-4 കൂന്തലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പ്രവിച്ചേട്ടൻ 2 പൈപ്പ് കൂന്തലെടുത്ത് അങ്ങ് പൊക്കി അങ്ങാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്രവിച്ചേട്ടൻ. വലിയ കണവ തടിയോ. ഇതാണ് നമ്മുടെ ബിജിച്ചേട്ടൻ കേട്ടാ. ആളിതേ അതിലേക്ക് എടുത്ത് അങ്ങ് എറിഞ്ഞ് കളിക്കുകയാണ്. അതുപോലെ തന്നെ ആള് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ചേട്ടൻ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ നമ്മുടെ ഗോപാലൻ ചേട്ടനാണിത്. ചേട്ടൻ്റെ നീരാളിനെ പിടിച്ച് പൊക്കി കാണിച്ചിട്ടുണ്ട് കണ്ട. അതാണ് നീരാളി, നീലച്ചൊറിയാണത്. ആദ്യത്തെ വലയിൽ ചരക്ക് കുറവായപ്പോൾ ഫ്രാങ്ക് ചെയിൻ കെട്ടി വലിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബിജു ചേട്ടൻ്റെ ചെയിൻ വലിക്കുകയാണ്. വലിച്ചിട്ട് ഇനി ചെയിൻ വലയെ കെട്ടാൻ പോവേണ്ട. അങ്ങനെ ഇവിടെ മീൻ വെട്ടി തുടങ്ങിയിട്ട് കണ്ണയിലേയും അതുപോലെ തന്നെ കൊഴുവയാണ് നമ്മൾ കറിക്കെടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ ശ്രീനു ചേട്ടനാണ് നമ്മുടെ അടുക്കളയിലെ കുക്ക്. അതുപോലെ തന്നെ ശ്രീനു ചേട്ടൻ ഒരു അടിപൊളി പാട്ടുകാരനാണ്. ഈ വീഡിയോയുടെ അവസാനം ശ്രീനു ചേട്ടൻ ഒരു അടിപൊളി പാട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കണം. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ശ്രീനു ചേട്ടൻ ഒരു അടിപൊളി പാട്ടും കാര്യങ്ങളും പാടുന്നുണ്ട് കറി വെക്കണതിൻ്റെ കൂടെ. അങ്ങനെ മീനൊക്കെ നന്നാക്കിയാണ്. അത്യാവശ്യം അയിലയും അതുപോലെ തന്നെ ഇത്തിരി കൂടി കൊഴുവ എടുത്ത് ശ്രീനു ചേട്ടൻ, നല്ല വലിയ കൊഴുവ വേണ്ട കറിക്കെടുത്തത്. അപ്പോൾ ബാക്കിയുള്ള ചേട്ടന്മാരൊക്കെ അവിടെ ബോക്സിലോട്ടൊക്കെ മീനും കാര്യങ്ങളൊക്കെ തിരിഞ്ഞ് മാറ്റുകയാണ്. അപ്പോൾ ഈ സമയം ഇവിടെ നമ്മുടെ ചേട്ടന്മാർ മീനൊക്കെ വെട്ടി നമുക്ക് ചോറ് വെക്കണ്ടേ. അപ്പോൾ അതിന് അത്യാവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ നോക്കിയാണ്. വേഗം മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്തൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഇവിടെ സ്റ്റോറിലെ പണി തുടങ്ങിയാണ്. ഇവിടെ ഐസൊക്കെ പൊട്ടിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ ബ്രോ ഇവിടെ സ്റ്റോറിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഐസിൻ്റെ കാര്യമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രവീൺ ചേട്ടൻ്റെ ഇവിടെ ആദ്യത്തെ ഒരു കള്ളി റെഡിയാക്കിയാണ്. ഐസൊക്കെ കട്ടാക്കിയിട്ട് കണ്ട. അത്യാവശ്യം ഐസൊക്കെ നല്ല കട്ടാക്കിയിട്ട് ചവിട്ടി അത് റെഡിയാക്കിയാണ്. കാരണം ചിലപ്പോൾ നമ്മൾ 5 ദിവസം 6 ദിവസം കിടക്കുമ്പോൾ അതിനനുസരിച്ച് ഐസ് അടിയിൽ വേണം, അല്ലെങ്കിൽ മീൻ ചീത്തായി പോകും. അപ്പോൾ അതിന് വേണ്ടി നല്ല കട്ടൊക്കെ ഐസ് ചെയ്തിട്ട് അത് പൊട്ടിച്ച് റെഡിയാക്കി കൊടുക്കുകയാണ്. സ്റ്റോർ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കിയാണ്. ഇപ്പോൾ മൊത്തത്തിൽ പലകയും കാര്യങ്ങളൊക്കെ ഇട്ട് കള്ളികളൊക്കെ റെഡിയാക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ സ്റ്റോറൊക്കെയാണ്. അപ്പോൾ സ്റ്റോറ് 2 പേര് ഇറങ്ങിയിട്ട് അതിങ്ങനെ മൊത്തത്തിലൊന്ന് റെഡിയാക്കിയിട്ടാണ് ഇനി മീനും കാര്യങ്ങളും ഇറക്കി കൊടുത്ത് അതൊക്കെ കൃത്യമായിട്ട് കയറ്റാം. അപ്പോൾ അതിനുവേണ്ടി പലകയും കാര്യങ്ങളൊക്കെ മാറ്റി ഇടുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സ്റ്റോറിൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലോട്ട് വന്നപ്പോൾ നമ്മുടെ ശ്രീനു ചേട്ടൻ്റെ ഇവിടെ പരിപാടി തുടങ്ങി. കലമൊക്കെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വേപ്പിലയും അതുപോലെ തന്നെ സവാളയും കാര്യങ്ങളൊക്കെ ഇട്ട് മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ തൂക്കി അങ്ങോട്ട് പരിപാടി തുടങ്ങേണ്ട. നല്ലൊരു അടിപൊളി മീൻകറി റെഡിയാക്കാൻ പോവുകയാണ്. ഇപ്പം തന്നെ നമുക്ക് വിശന്നിരിക്കുകയാണ്. ഈ സമയം നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം സമയം ഒരു 11 മണിയായി. അപ്പോൾ നല്ല പെട്ടക്കണ അയിലയും കാര്യങ്ങളും കൊഴുവയും കൊണ്ടുവന്നങ്ങ് തൂക്കി ഇടേണ്ട. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ പുതുതായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ശ്രീനു ചേട്ടൻ്റെ കൊഴുവ നല്ല വലിയ ആനക്കൊഴുവ നന്നാക്കിയതൊക്കെ അങ്ങോട്ട് എണ്ണം പറഞ്ഞ് അങ്ങോട്ട് കറിയിലോട്ട് അങ്ങോട്ട് ഇടുകയാണ്. ചാറ് ഇത്തിരി കുറവാണല്ലോ ശ്രീനു ചേട്ടൻ ഞാൻ ചോദിച്ച്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇത് അവസാനം നമ്മൾ ഇത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സ്പെഷ്യലായിട്ട് നമ്മുടെ ബിജു ചേട്ടൻ ഒരു കൂന്തലി ബിജു ചേട്ടൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. കൂന്തല് കിടക്കട്ടെ എന്ന് എഴുതി. പിന്നെ അയിലയുടെ മേലെ കൊഴുവിട്ടേക്ക് പറഞ്ഞാൽ കൊഴുവൊക്കെ ഇത്തിരി വേവ് കുറവാണ്. അപ്പോൾ അതെ വെള്ളം നമ്മൾ അത്യാവശ്യം ചേർത്താൻ കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കണം. ഒരു 10 മിനിറ്റ് വെന്ത് അങ്ങ് റെഡി ആവട്ടെ എന്നും പറഞ്ഞ് അങ്ങ് ശ്രീനു ചേട്ടൻ അങ്ങ് പുറത്തോട്ട് പോയി. അങ്ങനെ സമയം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പൊന്നു മച്ചാമാരെ മൂക്കിലോട്ട് അങ്ങോട്ട് കരടം മണോടിച്ച് അങ്ങോട്ട് കയറുമ്പോണ്ടല്ല വായിക്കൂടി കപ്പലിടും. ശ്രീനു ചേട്ടൻ്റെ 2 ഇളക്കം അങ്ങോട്ട് ഇളക്കിയിട്ടുണ്ട്, കലം അങ്ങോട്ട് മറിച്ച്. ഈ സമയം നമുക്ക് ജനാർദ്ദനം വില്ലച്ചനാണ് ഓർമ്മ വന്നത് കേട്ടാ. വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് എപ്പോഴും കറിയും കാര്യങ്ങളൊക്കെ വെച്ചത് നമ്മുടെ ജനാർദ്ദനം വില്ലച്ചനാണ്. പിന്നെ നമുക്ക് ശ്രീനു ചേട്ടനാണ് നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും എണ്ണം പറഞ്ഞ കഷ്ണങ്ങൾ അങ്ങോട്ട് എണ്ണി ചോറിന് അങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ചേട്ടൻ. ചോറിന് കഷ്ണം വിളമ്പണം നമ്മുടെ രഞ്ജിത്തേട്ടനാണ് കേട്ടോ. ചേട്ടൻ അത്യാവശ്യം എല്ലാവർക്കും ലാവശ്യമായിട്ട് കൊടുക്കും. ഫുഡ് അടിയും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ 2ാമത്തെ വല കയറാൻ സമയം. അങ്ങനെ നമ്മുടെ 2ാമത്തെ വലയാണ് ഇപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചേട്ടന്മാരെല്ലാവരും അമരത്തോട്ടൊക്കെ എത്തി പണി തുടങ്ങി കേട്ടാ. അങ്ങനെ വയർ റോപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കയറണ ഈ സമയം. അതിനനുസരിച്ച് സ്രാങ്ക് റിവേഴ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ബോട്ട്. അങ്ങനെ 2 സൈഡും ബോർഡ് കയറുകയാണ്. 2 സൈഡും ബോർഡ് കയറി കഴിഞ്ഞാൽ ഈ സൈഡ് ഗ്യാലസിൽ ചെയ്യണ ഒരു പണിയുണ്ട്. അത് ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. ആ ബോർഡ് കെട്ടും. അത് കഴിഞ്ഞ വഴ പിടിച്ചപ്പോൾ കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ. ബോർഡ് ശ്രീനു ചേട്ടൻ വലിച്ചു വെച്ച് കെട്ടണുണ്ട്. ആ ബോർഡ് കെട്ടിയതിന് ശേഷം ആ സീ അതിൽ നിന്ന് ഊരിയിട്ടാണ് നമ്മുടെ റോപ്പ്, വയർ റോപ്പിൻ്റെ റോപ്പും സീയുടെ ഇതും കൂടി തമ്മിൽ കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ റോപ്പ് പിന്നെ വീഞ്ചിലോട്ട് കയറുന്നത്. അങ്ങനെ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കണ്ടാ റോപ്പ് വലിച്ചെടുക്കുകയാണ്. അങ്ങനെ റോപ്പ് വലിച്ചിട്ട് അതിൽ നിന്ന് സീ ഊരും. സീന്ന് ഊരിയിട്ട്, സീ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായി, ഇരുമ്പിൻ്റെ ഇതിൽ കിടക്കണത്, അതിനാണ് സീ എന്ന് പറയണത്. അങ്ങനെ അത് ഊരിയിട്ട്, സീ ഊരിയിട്ട് ബാക്കി 2 സീയും തമ്മിൽ ഇതേ ബീച്ചേട്ടൻ കുളത്തിനുണ്ട്, കുളത്തിയിട്ട് വയർ റോപ്പിൽ കൊടുക്കും. അങ്ങനെ അതും കണ്ട കയറണ്ട. സാധാരണ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, നമ്മൾ റോപ്പ് കൈക്ക് വലിച്ചാണ് കയറ്റണത്. ഇപ്പോൾ ഉള്ള ഇറങ്ങണ എല്ലാ ബോട്ടുകളും സെൻട്രൽ ഗ്യാലോസ് അല്ല, സൈഡ് ഗ്യാലോസായി. സെൻട്രൽ ഗ്യാലോസ് ഇപ്പം നിർത്തി. അപ്പോൾ സൈഡ് ഗ്യാലോസ് ബോട്ടുകളാകുമ്പോൾ ഈ ഒരു പണിയൊക്കെ എളുപ്പമായി തുടങ്ങി കണ്ട. അങ്ങനെ ചേട്ടന്മാരെല്ലാവരും കൂടി വല കയറ്റുകയാണ്. ഫ്ലോട്ടും കാര്യങ്ങളും കയറി തുടങ്ങി. മടവല നമ്മുടെ ബീച്ചേട്ടനും അതുപോലെ തന്നെ ശ്രീനു ചേട്ടനും സൈഡിൽ നിന്ന് പിടിച്ച് കയറ്റുകയാണ്. അങ്ങനെ വല കയറി ഒരുവിധം കയറുകയാണ് കേട്ടോ. വല കയറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. കൂന്തൽ കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടേ അച്ഛൻ്റെ അവിടെ നിന്ന് കേട്ടാ. അതൊരു കുഴപ്പമില്ല. ഇതിലൊരു പാര വിട്ടിട്ട് അതെ. അപ്പോൾ കപ്പി കൊടുത്തിട്ട് ഇനി ചരക്കയറുന്ന ഒരു കാഴ്ച കാണുന്ന കോടൻ്റെ കയറാൻ പോവാണ്. കപ്പി കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചരക്കയറുന്ന കാഴ്ച ഇപ്പോൾ കാണാം. വലയിൽ നമ്മൾ നോക്കിയപ്പോൾ കൂന്തൽ അതുപോലെ തന്നെ പാര, നമ്മളെ മീൻ ഐറ്റംസൊക്കെയാണ് കണ്ടത്. നമുക്ക് നോക്കാട്ടെ എന്തൊക്കെ ഉണ്ടാവുമെന്ന്. ചരക്ക് പൊട്ടിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഈ ചരക്കിനകത്ത് എന്തൊക്കെ മീൻ ഉണ്ടാവുമെന്ന്. മെയിനായിട്ട് നമ്മൾ കൂന്തൽ ഉദ്ദേശിച്ചാണ് നമ്മൾ വലയൊക്കെ ഇട്ടേക്കുന്നത്. നോക്കാം. വലിയ മീനൊക്കെ കാണുന്നുണ്ട്. പാര വലിയ പാര വറ്റേന്ന് തോന്നുന്നു. പൊട്ടിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. നോക്കട്ടെ കേട്ടോ. കിളിയുണ്ട്, വലിയ വട്ടക്കിളിയുണ്ട്. പൊട്ടിയേട്ടാ. കണവ വലിയ മാച്ച
വലിയ മാച്ചാണ് അടുത്ത ഒന്നല്ല നോക്കി പിടിച്ചേ കിഴക്കുന്നില്ല ആ നമ്മുടെ തിരിഞ്ഞത് വേറെ ഇത് കിഴക്കുന്നില്ല ഇതിനാ പപ്പടം എന്ന് പറയും പപ്പടം 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 ആ എന്ന് പറയും പപ്പടം എന്ന് പറയും പറയണതിനും ഞാൻ വളർത്തണേന അരക്കൊട്ടോളം കൂന്തലായിട്ട് നമുക്ക് അപ്പുറവും കൂന്തല് പിറക്കുന്നുണ്ട് ഉണ്ണിമേരി അതിനെ കളഞ്ഞേക്ക് ചെറുതല്ലേ ശീലാവ് ആ അത് കലക്കി കാണവാ ഇതെന്താണ് സംഭവം അതിനെ വായി പോയതാണോ ആ കണ വേണ്ട നല്ല വലിയ കണവ തിരിച്ചുപിടിച്ചോ ആ തളയനാണ്ട വാ തളയൻ കണ്ട ഇതിനെ നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞ പേരൊന്ന് കമന്റ് ചെയ്ത് പറയാം ഞങ്ങൾ ഇവിടെ തളയൻ എന്ന് പറയും പാമ്പാടാന്നും പറയും കണ്ടാ കല്ലൊന്നും അടിച്ചെടുത്തതിന്റെ അമ്പോ കടി കിട്ടിക്കഴിഞ്ഞാ വലിയ മോശം വരൂലട്ടാ കണ്ടിത് പട്ടി അടിക്കണ അടിച്ചളെ പട്ടണ വലിയ പോലെ ഉണ്ട് ഇത്രയും വലിയ കോഴി വന്നും കണ്ടണ്ട കാണിച്ചു കൊടുത്തേ കണ്ട ഈ വലിപ്പുള്ള കോഴി കണ്ടണ്ട നിങ്ങള് കാണണമെങ്കിൽ കടലിലോട്ടന്നെ വന്നോട്ടാ കണ്ടത് അങ്ങനെ വല വിടേണ്ട വലവിടുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മ കണ്ടോണ്ടിരിക്കണ ഇനി അതിനനുസരിച്ച് ആ ഫ്ലോട്ട് എറിയും ഫ്ലോട്ട് കൈ പിടിച്ചേക്കണത് എറിയാൻ കണ്ട അവിടെ എറിഞ്ഞു വിട്ട് കൊടുക്കും കണ്ട എറിയണ്ട വല മൊത്തമായിട്ട് പോവുക അപ്പൊ കണ്ട ചെറിയ കണവ കണക്കുഞ്ഞി കണ്ട ചേട്ടനപ്പം എല്ലാരും നമുക്ക് ഓരോന്നും എടുത്തെടുത്ത് കാണിച്ചാലാണ് കേട്ടാ എല്ലാ മീനെ ഇതിനെ വലിച്ചെറിഞ്ഞപ്പോ എന്നെ കുറെ പേര് പ്രാഗി തെറി പറഞ്ഞു ഇത് കടലിലെ മക്കൾക്ക് ദോഷം ചെയ്യണ ഒരു മീനാണ് പപ്പറത്തിൽപ്പെട്ട ഈ ഒരു പൊത്തല് കടലിലെ മക്കൾക്ക് ചരക്കിനെല്ലാം കടിച്ച് നശിപ്പിക്കുന്നേ ഒന്നിങ്ങ് വാ കാണിത്തരാം വാ കണ്ട കടിച്ചേക്കണണ്ട നിങ്ങളൊക്കെ അതുപോലെ തന്നെ മീനുകളെ കൂടുതലൊക്കെ ഈ ബഫർ ഫിഷ് പൊത്തല് കടിച്ച് നശിപ്പിക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടില് സ്വർണ്ണം കായ്ക്കണമാരോണെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊക്കത്ത് നമ്മത് വെട്ടും അതുപോലെ തന്നെ കടലിലെ മക്കൾക്ക് ആ പൊത്തലിനെ കിട്ടിക്കുന്ന ജീവനുണ്ടെങ്കിൽ അതിന് ജീവനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വള്ളക്കാരാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒറ്റ അടിക്ക് അതിനെ കൊന്നുകളയും ചിലപ്പോൾ ചാവൂല അപ്പൊ അത്രയും ദോഷം ചെയ്യുകൊണ്ടാണ് നമ്മ അതിനെ വലിച്ചെറിഞ്ഞ കണക്ക് അപ്പൊ അതിന് എന്നെ കുറെ പേര് തെറി പറഞ്ഞ് ചീത്ത പറഞ്ഞ് മറ്റേ കടലിൽ പോണ അതുപോലെ ഇപ്പൊ കടലിൽ പണിക്ക് പോണത് അഥവാ വള്ളത്തിൽ പണിക്കണ ആരും എന്നെ തെറി പറയൂല ആ മീനെ കൊന്നു കളഞ്ഞൂടെ ചോദിക്കുള്ളൂ കാരണം അത്രയധികം കടലിൽ പേരി കഴിഞ്ഞാൽ ആ മീൻ ദോഷമാണ് കടലിലെ മക്കൾക്ക് ബാക്കി തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നത് ഒരു വള്ളക്കാർക്കാണെങ്കിൽ വള്ളത്തിലാണ് കയറണമെന്ന് വിചാരിക്കും ഒരു 10, 400, 500 കൂടുതൽ അല്ലെങ്കിൽ നെയ്മീന അല്ലെങ്കിൽ അയിലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതൊരു 100 എണ്ണം മതി ആ ചരക്ക് ബാക്കിയുള്ള 600 മീനും ഇല്ലാണ്ടാക്കാൻ പാതിക്ക് കടിച്ച് നശിപ്പിച്ചളയും ഞാൻ പറഞ്ഞായിരുന്നു ഈ മീൻ
പച്ചയ്ക്ക് മീനൊക്കെ കഴിക്കുമെന്ന് കുറേ പേര് വന്നിട്ട് പറഞ്ഞാൽ എന്താണ് ബാക്കിയുള്ള മീനൊക്കെ കറി വെച്ച് കഴിക്കുമോ എന്നൊക്കെ ചോദിച്ച്. ഞാൻ ഉദ്ദേശിച്ച വേറൊന്നും കൊണ്ടല്ല, ഈ മീൻ പച്ചക്ക് കഴിക്കുമെന്ന് പറഞ്ഞാൽ ഈ മീൻ ഒരു മീനും ഫുള്ളായിട്ട് കഴിക്കില്ല, അതിൻ്റെ പാതിക്ക് കാരി വെച്ചിട്ട് പോവും, അതിൻ്റെ വാല് കടിച്ചുകൊണ്ടുപോകും അല്ലെങ്കിൽ വയറുഭാഗം കടിച്ചുകൊണ്ടുപോകും. അതൊക്കെയാണ് ഈ ബഫർ മീൻ ചെയ്യണത്. അപ്പം എന്നെ തെറി പറഞ്ഞപ്പോൾ പ്രാഗിയോരോടൊക്കെ കൂടി ഞാൻ പറഞ്ഞു തന്നെയാണ് ഈ മീൻ ചെയ്യണ കടലിൽ ചെയ്യണ കുറേ ദോഷങ്ങൾ. ആഫ്രിക്കൻ മുഷിനെ വളർത്തൂല, അത് അധികം പെരുകി കഴിഞ്ഞാൽ മറ്റു മീനുകൾക്കൊക്കെ ദോഷമാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതിനേക്കാളും കഷ്ടമാണ് ഈ സാധനം. പിന്നെ ഇത് അധികം പെരുകൂല എന്ന് പറഞ്ഞ കാരണം ഇതുങ്ങൾ കൂട്ടം കൂടി നടക്കുള്ളൂ. അപ്പോൾ കൂട്ടം കൂടി നടന്നു കഴിഞ്ഞാൽ കടലിലെ മക്കൾക്ക് കിട്ടും. അപ്പോൾ ഇതിനെ കൂടുതലും ഇവർ പിടിച്ചിട്ട് വളത്തിന് കയറ്റി വിടും, പെരുകാൻ അനുവദിക്കൂല. പെരുകി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ തന്നെ എത്ര ചരക്കുകളാണ് കടിച്ച് നശിപ്പിച്ചേക്കണേന്നറിയോ? ഒരു കയ്യും കണക്കൂല. അതെ, ആ കൂന്തലൊക്കെ മൊത്തം ഇനി വില കിട്ടൂല, അത് മൊത്തം അത് കടിച്ചേക്കാണ്. അപ്പം അതിന് വില കുറവേ കിട്ടുള്ളൂ. അതുപോലെ മീനൊക്കെ കടിച്ച് നെയ്മീനൊക്കെ വലിയ നെയ്മീനൊക്കെ ഈ ബഫർ ഫിഷ് അഥവാ ഈ പൊത്തൽ കടിച്ചു കഴിഞ്ഞാണ്ടല്ലോ അതിന് വില കിട്ടൂല. കരയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അത് കേടായതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. മീൻ കടിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂല, അതിന് വില കുറച്ചേ എടുക്കുള്ളൂ. നിങ്ങൾ ചിലവർ മേടിക്കുകയില്ല, മീൻ കൊള്ളൂല എന്ന് പറയും. അപ്പം നിങ്ങൾ ഇതൊന്നും അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വോയിസിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അച്ഛാമാരെ നമ്മുടെ കൂന്തലൊക്കെ കഴിയണം നമ്മുടെ നിശാന്തിയേട്ടനാണ്. നിശാന്തിയേട്ടൻ ഒരു അടിപൊളി ചൂണ്ട ഫിഷിങ് വരുന്നുണ്ട്. അടുത്ത വീഡിയോയിലാണ് അത് വരാൻ പോണത്. കൂന്തലിനെ ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു കിടിലൻ വീഡിയോ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂന്തലും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി നമ്മുടെ അപ്പുറത്തെ നല്ല തളയം വെട്ടറുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മൾ വല കടലിൽ കിടക്കുകയാണ്. കാരണം ഇവിടെ തളയം വെട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രവിച്ചേട്ടൻ്റെ നല്ല അടിപൊളി വലിയ തളയനെടുത്ത് കമ്മത്തിയിട്ട് ചരിച്ചിട്ട് കിടത്തിയിട്ട് അതിൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ വെട്ടി നല്ല അടിപൊളിയായിട്ട് ചീവി അങ്ങ് എടുക്കേണ്ട. അങ്ങനെ നമ്മുടെ ശ്രീനു ചേട്ടൻ എത്തിയിട്ടുണ്ട്. ചേട്ടൻ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചേട്ടൻ നോക്കി അതിൻ്റെ കുടലും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അത് നന്നായിട്ട് തേച്ച് കഴുകിയിട്ട് അതിനെ കഷ്ണം നോക്കുക. നല്ല വലിയ കഷ്ണങ്ങളാക്കേണ്ട. അമ്മമാരെ സമയം ഇപ്പൊ വൈകുന്നേരം നമ്മുടെ ഫസ്റ്റ് ദിവസമാണ് ഇന്ന് നമ്മൾ വന്നിട്ട് നമ്മ 2 വല അടിച്ച് 3ാമത്തെ വല കീറിപ്പോയി. ആദ്യം കീറിപ്പോയിട്ട് വീട് സെറ്റ് ചെയ്തൊക്കെ ഇട്ടേക്കാണ്. അപ്പൊ ആ വലയിൽ കിട്ടുന്ന മീനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതുപോലെ തന്നെ ബഫർ ഫിഷ് അഥവാ നമ്മുടെ പൊത്തലിന്റെ കുറച്ചുള്ള ദോഷങ്ങളൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞ ആ മീൻ നമുക്ക് ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാനന്ന് ആ മീൻ അങ്ങനെ എടുത്ത് എറിഞ്ഞത്. അപ്പൊ അതിന് വേണ്ടി ഞാൻ കുറെ തെറിയും കുറെ പ്രാക്കൊക്കെ കേട്ട് അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ആരും അറിയാത്തതുകൊണ്ടായിരിക്കും എൻ്റെ അത്രയും പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അത് ചെയ്യണ കുറേ ദുഷ്പ്രവൃത്തികളും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ കഷ്ടപ്പാട് ആ മീനെ കൊണ്ട് ബഫറിനെ കൊണ്ട്. അതുകൊണ്ടാണ് ആ ബഫർ എത്തിപ്പെട്ട ആ ഒരു പൊത്തല്ല ഞാൻ അങ്ങനെ എടുത്ത് എറിഞ്ഞത്. അപ്പോൾ ഇനി വൈകുന്നേരമായി സമയം. ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ നോക്കിയ ബോട്ടൊക്കെ അധികം 4-5 നമ്മൾ വന്നേക്കണം കൂന്തൽ പണിക്കാണ്. കൂന്തൽ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വറ്റ കിട്ടിയിട്ടുണ്ട്, ശീലാവ് കിട്ടിയിട്ടുണ്ട്, തളയലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വലയിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് വലയാണ് വൈകുന്നേരത്ത്. അതുപോലെ അതുകൂടി കാണിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ ഫുഡ് അടിയൊക്കെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ 2ാം ദിവസത്തെ കാര്യങ്ങൾ അടുത്ത വീഡിയോ രീതിയിലാണ് ഇടാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ കൂടുതൽ ഞങ്ങൾ പറയണില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ടൊക്കെ ഒരു ടേണൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ബോട്ടിലോട്ടൊക്കെ വന്നേക്കണം. ഇനി നമുക്ക് വലയൊക്കെ വലിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതുവരെ ഒന്ന് വെയിറ്റ്. മച്ചാമാരെ അങ്ങനെ നമ്മൾ വീലോസിൻ്റെ ഉള്ളിലോട്ട് വന്നേക്കാണ്. വീലോസിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കിടക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ തട്ട് പോലെ മുകളിൽ ഒരാൾ, അതിൻ്റെ അടിയിൽ ഒരാൾ, അതിൻ്റെ അടിയിൽ ഒരാൾ, അങ്ങനെ ഇതിൽ 3 ഇതിലാണ് കിടക്കുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ടൊക്കെ കിടക്കാനൊക്കെ പറ്റും, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടന്മാരെ കൂടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഒരു 2 വിജയമാണ് വെക്കും. 4 പീസ് തളയന്റെ പീസും ഒരേ കഷ്ടം മാച്ചാലും നമ്മാണ് കഴിക്കും. വായിൽ വെള്ളം പറ്റുന്നത് നിങ്ങളെ വായിലുള്ള ചേട്ടൻ പറഞ്ഞത് തളയനും
മാച്ചാനും. നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ പാമ്പാടെന്നൊക്കെ പറയും. രണ്ടുപേരാണ് തളയനെ മാച്ചാൻ അറിയപ്പെടുന്നത്. സോറി, തളയനെ പാമ്പാടെന്ന്. അതും മാച്ചാനും കൂടിയാണ്. കറുത്ത ആഗോലി എന്ന് പറയും. അപ്പൊ അതും കൂടിയാണ് ഇവിടെ കിടന്ന് കുടുകുടാന്ന് പറഞ്ഞിങ്ങനെ കുടുകുടാന്ന് പറഞ്ഞിങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തെ കറിയാനുണ്ട് ഇത് നമ്മുടെ ഒരേ തുള്ളി വെളിച്ചെണ്ണ ഒരേ തുള്ളി വെളിച്ചെണ്ണ. അപ്പൊ നമ്മ ഏകദേശം കറി സെറ്റായി കഴിഞ്ഞു. നമ്മള് കഴിക്കാനുള്ള കറി ഒരുവിധം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറും കൂട്ടി അങ്ങ് പിടിച്ചാ മതി കേട്ടാ. പണി കാരണം ചോറുണ്ടാൻ കുറച്ച് താമസിച്ച്. അപ്പൊ ഇനിയൊരു 9 മണിക്ക് ഒരു കപ്പയും ഒരു മാച്ചാങ്കറി ഉണ്ട് ശ്രീനിച്ചേട്ടന്റെ. അതങ്ങാട് തിന്നിട്ടൊരു ഉറക്കം അടിപൊളി. മച്ചാമാരെ നമ്മ ഇപ്പൊ ഉച്ചക്കാലത്തെ ചോറാണ്. ഈ വൈകുന്നേരം ഇപ്പൊ ഒരു സമയം ഒരു 4 മണി ആയിട്ടുണ്ട്. നമുക്ക് പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാലത്തെ ചോറ് ഉച്ചക്കും കഴിച്ചോണ്ട് ഇപ്പൊ ഇതിപ്പോ കഴിക്കാണ്. നമ്മ ഒരു കാലത്തൊരു 11:30 ആയപ്പോഴാണ് ചോറ് കഴിച്ചത്. അപ്പൊ അതുകൊണ്ട് ഉച്ചക്കാലത്താണ് നമ്മിപ്പോ വൈകുന്നേരം കഴിക്കാൻ പോണത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീനിച്ചേട്ടന്റെ കപ്പയും മീൻകറി ഉണ്ട് കേട്ടോ വൈകുന്നേരം. അപ്പൊ അതും കൂടി ഒരു പൊളിക്കലുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ചോറ് കഴിക്കണ്. ആവോലി, കറുത്ത ആവോലി, നല്ല നെയ് തളയനും. തളയന്റെ നെയ്യ് കണ്ട, മാങ്ങാച്ചാറുണ്ട്, കടുമാങ്ങാച്ചാറുണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടിയാണ് ഇന്ന് പിടക്കാൻ പോണത്. എണ്ണം പറഞ്ഞ കഷ്ണങ്ങൾ നിരത്തിയിട്ടേക്കണ്ട. ഇഞ്ചോടിഞ്ച് പോരാട്ടോട് കൂടാക്കണ്ട. കണ്ടതല്ല മുട്ടേക്കുള്ള നല്ല അടിപൊളി തളയനാണ്. അതുപോലെ മാച്ചാനും പറയണ്ട, നെയ് തളയനും അതുപോലെ മാച്ചാനുമാണ്. കണ്ട മാച്ചാനെ മച്ചാമാരെ നല്ല മാച്ചാന്റെ തല കണ്ടാ. എന്റെ പൊന്നെ ഒരു രക്ഷയില്ലട്ടാ. അത് തളയന്റെ മുട്ടയാണിത്. ചോറും കൂട്ടിട്ടൊന്ന് നോക്കട്ടെ. അടിപൊളി എന്ന് പറയാനല്ല, അടിപൊളി. നോക്കിയ നെയ്യാണ് ഈ തളയനൊക്കെ എന്ന് വെച്ചാല്. തളയനെ പാമ്പാടേന്ന് പറയും. നെയ്യാണ്ട ഇത് ഇതേപടി കിട്ടണം. ഇങ്ങനെ കിട്ടിയ ഫ്രഷ് ആയിട്ട് കറി വെച്ച് കഴിഞ്ഞാണ്ടല്ല ഒരു രക്ഷയില്ല. കണ്ടത് നെയ്യാണ്. അടിപൊളിയാണ്ട. കപ്പൽ ഓർഡർ ഉണ്ടാവും. സൂപ്പർ, ഒന്നും പറയാനല്ല. വൈകുന്നേരത്തെ വല കാരണം ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കടൽ കൊമ്മൻ്റെ യൂട്യൂബ് ചാനൽ വഴി കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ അലോ ചെയ്താൽ മാത്രം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലോട്ട് എത്തുന്നത്. വലയിൽ തളയനൊക്കെ കിട്ടി തുടങ്ങണം. തളയ കടാ ചത്തടില്ലടാ. എന്താ കലവ കലവയാണ് കലവ. അങ്ങനെ മച്ചാന്മാരെ അപൂർവങ്ങളിൽ അപൂർവമായി കിട്ടുന്ന മീനതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം കലവക്കുട്ടിയാണെന്നാണ് കരുതിയത്. നാക്ക് പുറത്തോട്ട് കണ്ടപ്പോ. അപ്പൊ കലവക്കുട്ടിയല്ല, കോരമീനാണ്. പടുതക്കോര എന്നാണ് പറയണത്. കടലിന്റെ മക്കൾ ഇതിനെ പറയണത്. അതുപോലെ തന്നെ ഈ മീന് ഭയങ്കരധികം കാശ് കൂടിയ മീനാണെന്നൊക്കെയാണ് പറയണ. ഈ സംഭവം ശരിയാണ്. 59,000 രൂപയോളമൊക്കെ എന്തോ ഒരു മീന് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നീണ്ടാര ഹാർബറിൽ. അങ്ങനെ നമുക്ക് കിട്ടിയേക്കാണ്. നമ്മുടെ വലയിലുണ്ട്. മൊത്തമായിട്ട് നമ്മ ഈ മീനെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നമ്മ അത് ഈ മീനാണെന്ന് കൺഫേം ആക്കി. അങ്ങനെ നമ്മുടെ ചരക്ക് കയറിയാണ്. ചരക്ക് പൊട്ടിക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണാട്ടാ. രാത്രിത്തെ ഒരു 7 മണിയായി. രാത്രി പോട്ടെ, വൈകുന്നേരത്തെ വല. അങ്ങനെ വൈകുന്നേരത്തെ വല നമ്മുടെ കയറിയട്ടാ. ഇത്തിരി ചരക്ക് കൂടുതലായിട്ട് കാണണ്ട. നമുക്ക് പൊട്ടിക്കുമ്പോൾ അറിയാൻ പറ്റില്ല ഇത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. പൊട്ടി ഒറ്റ ഇതിൽ പൊട്ടിയേട്ടാ. സ്രാവുണ്ടല്ലോ,
സ്രാവ് പിടിച്ചോ തടയാൻ സ്രാവ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പോയി പിടിച്ചോ, ഫേസിന് നോക്കിയോ കേടാ. തടയാൻ കിട്ടി, തടയൻ. ഇതിന് വേറെ പേരൊക്കെ എന്താ പറയുന്നത്, ഇവിടെ പറയണ തടയുന്നല്ല ഏട്ടാ, തടയൻ സ്രാവ് കിട്ടി. ആ വെച്ചോ. നല്ല വലിയ തളയനൊക്കെ കേട്ടാ. കാര കേട്ടാ, ചാവാത്ത കാരാണ് കേട്ടാ. നീരാളി അമ്പൂ. ഇതിനാണ് മറ്റേ കാശുള്ളൊക്കെ അതാണിത്. ഇതേ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ മച്ചാമാരെ, നീണ്ട നേരത്തെ ചെറിയൊരു ചർച്ചയ്ക്ക് ശേഷം നമ്മളിത് കൺഫേം ആക്കി പറഞ്ഞ് ഈ മീനാണെന്ന്. പിന്നെ ഈ മീനിങ് ഏറ്റവും കൂടുതൽ കാശ് കിട്ടണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പലഞ്ഞീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് കാശ് കൂടുതൽ കിട്ടുള്ളൂ. മീൻ അത് തന്നെയാണ് നമ്മൾ ഉറപ്പാക്കി. അങ്ങനെ നമുക്ക് എല്ലാവർക്കും എന്താണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മീനെ കാണാൻ പറ്റി, കോരമീന. ഇത് നമുക്ക് ആദ്യമായിട്ടാണ് ഞാനും കണ്ടേക്കണത്. അതുപോലെ തന്നെ ഈ പണിയിലേക്ക് വന്നേക്കുന്ന ചേട്ടന്മാരൊക്കെ അധികം കണ്ടിട്ടില്ല. എല്ലാവരും അത് കൺഫേം ആക്കി. ആദ്യം കുറച്ച് സംശയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ. അത് നമ്മുടെ ചരക്ക് നമുക്ക് അത്യാവശ്യം ഏറ്റവും കൂടുതൽ ചരക്ക് ഈ വലയിലാണ് നമുക്ക് കിട്ടിയേക്കണത്. മോത, തളയൻ, അതുപോലെ തന്നെ ഒരു ചടയൻ സ്രാവ്, കിളി, അയില, കണ്ണനയില, അതുപോലെ തന്നെ ബാക്കി കുറച്ച് ശീലാവ്, ഊളാവ്, അങ്ങനെയൊക്കെ നിരവധി മീൻ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ മാച്ചാനുണ്ട്. അപ്പം നമ്മുടെ പേജൊക്കെ പുതുതായിട്ടാണ് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാതെ കണ്ടാ. കടലാപൂർവം കിട്ടുന്ന കോരമീനാണ്. ഇതിനാ കൊല്ലത്ത് കിട്ടിയപ്പോ 30,000 രൂപയോളാണ് ഈ ഒരെണ്ണത്തിന് വിളിച്ചതൊക്കെ പറയുന്നത്. കണ്ട, സ്വർണ്ണത്തിന്റെ കളറാണ് ഇതിന്റെ അടിഭാവമൊക്കെ വരുന്നത്. അപ്പൊ നമ്മളെ ബീച്ചേട്ടനൊക്കെ പിടിച്ചിരിക്കുകയാണ് കോരമീൻ. അപ്പൊ എനിക്ക് കാണാൻ പറ്റി ഇത്രയും വലിയ കോരല്ലേട്ടത്, വഴുതിക്കോര. അപ്പൊ അപൂർവമായിട്ട് കിട്ടുന്ന മീനാട്ടോ. കടലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഈ ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേട്ടാ, ഓക്കെ പിടിച്ച ചേട്ടാ, കണ്ടത് കോരനാക്കിയാണ്, സ്വർണ്ണത്തിന്റെ കളറാണ് സംഭവം. ഇനി 30,000 ഭയങ്കര മെഡിസിൻ എന്തോ പോണ മീനാണ്. അതുകൊണ്ടാണ് ഇത്രയും വിലയും കാര്യങ്ങളും വന്നേക്കുന്നത്. അങ്ങനെ വലയിലൊന്നും കിട്ടല് കുറവാണ്. കണ്ടാ, സ്വർണ്ണത്തിന്റെ ചെറിയ തിളക്കമൊക്കെ ഉണ്ട്. കണ്ടാ, അപ്പൊ അത് നമുക്ക് കിട്ടിയിട്ടാ, രാത്രിത്തെ വില കിട്ടി. ഒരു ഫോട്ടോ എടുക്കാം കണ്ടാ. അല്ലാണ്ട് മാച്ചാൻ കണ്ടാ, അത് ബീച്ചേട്ടൻ്റെ സ്പീഡിലാണ്ടാ, തിരിച്ചിട്ട് സ്പീഡിലാണ്. ആ തടുപ്പലം വെച്ചിട്ട് വേണ്ട, നല്ല ജെറ്റ് വെച്ചാണ് എറിയണ കാര്യങ്ങളൊക്കെ. സ്പീഡിൽ ഇനി തിരിഞ്ഞങ്ങ് മാറ്റിയിട്ടാണ് നമുക്കിനി കപ്പയും മീൻകറിയൊക്കെ കഴിക്കാനായിട്ടല്ലേ. പിന്നെ പാട്ടൊക്കെ ഉണ്ട്. പാട്ടൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ്, പണി തീർത്തോണ്ടിരിക്കുകയാണ്. കണ്ടാ, ഈ അയിലെ തൊരപ്പൻ അയില എന്ന് പറയുമെങ്കിൽ ബീച്ചേട്ടാ ഇവിടെ എന്ത് പറയും, എറണാകുളം എന്ത് പറയും? കാട്ടയില കാട്ടി കൊടുത്തേ, ഇതാണ് കാട്ടയില. കണ്ടാ, തൃശ്ശൂരിനെ തൊരപ്പൻ അയില എന്ന് പറയും. എറണാകുളം, ഞങ്ങൾ എറണാകുളം ജില്ലക്കാർ കാട്ടയില എന്ന് പറയും. 2.5 കിലോ ആടാ. അതെ, എല്ലാരും തിരിച്ചില്ലാണ്ടാ. ഡയലോട്ടോ ഞാനാ. അപ്പൊ ഇതാണ് വങ്കട. ചേട്ടൻ പറയും ബാക്കി കാര്യങ്ങള്. ഇതാണ് വങ്കട. നമ്മളെ പഴമക്കാര് പറയണത് ഈ വങ്കട നിന്നുണ്ടെങ്കിൽ എല്ലാ സങ്കടവും തീരുമെന്നാണ്. അതാണ് വങ്കട എന്ന് കഴിഞ്ഞാൽ പ്രവീൺ ചേട്ടൻ പറഞ്ഞ പഴമക്കാര് പറയണ സങ്കടം തീരുമെന്നാണ് പറയണത്. നമ്മുടെ ശ്രീനു ചേട്ടൻ ഒരു മീനെ പരിചയപ്പെടുത്തി കൊടുക്കും. മീനെ പേര് പറഞ്ഞു, ഞരമ്പൻ എന്ന് പറയും, പോളാന്ന് പറയും. കണ്ടാ, ശ്രീനു ചേട്ടൻ കൈ പിടിച്ചേക്കാണ്. കണ്ടാ, ആ ചേട്ടനെ തിരിഞ്ഞെടുത്താണ്ട് ആ മീൻ കൂട്ടത്തിന്. നമ്മുടെ ആ കുക്കും കൂടിയാണ്. ഇവിടെ ബാക്കി ചേട്ടന്മാരൊക്കെ തിരിഞ്ഞോണ്ടിരിക്കുകയാണ് മീനൊക്കെ. അല്ല, കൂട്ടുകാരൊക്കെ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ. ഇനി വെടിക്കെട്ട് ഫിഷിംഗ് ഒക്കെയാണ് ആഴക്കടലിൽ വെച്ച്. ഇപ്പൊ നമ്മൾ വന്നേക്കണേ ഏറ്റവും കൂടുതൽ ആഴക്കടലിലോട്ടാണ് നമ്മൾ വന്നേക്കണത്. ഇനിയും ഇതിനോട്ട് നമ്മൾ പുറകോട്ടില്ല, മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ആഴങ്ങളിലോട്ട് നമ്മൾ പോവുകയാണ് ഫിഷിങ്ങിന് വേണ്ടി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തിമീങ്കലത്തിന്റെ ചാകര, അതായത് തിമീങ്കലം കൂട്ടം കാണും. അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാട്ടാ. ഇവിടെ മീനൊക്കെ തിരഞ്ഞോണ്ടിരിക്കുകയാണ്. കറുത്താകോലിയെ കിടക്കണ കറുത്താകോലി വാരി ഇടേണ്ട മീന. വങ്കടയാണ്, വങ്കടയുടെ കൂടെ ഒരു വങ്കടയുടെ സങ്കടം മാറും. വങ്കട വേറെ മാറ്റിയാണ്. അങ്ങനെ നമ്മ രാത്രി ആദ്യത്തെ ദിവസം രാത്രി സ്റ്റോറിൽ ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ കിളിമീനൊക്കെ ഐസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തളയൻ, വങ്കട, അങ്ങനെയുള്ള മീനുകളെല്ലാം ഐസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ചേട്ടന്മാര്
ഐസ് മാറിക്കണ ഞാൻ കാണിച്ചുതരാം. കണ്ടാ പിന്നെ ഇവിടെ ഫുള്ളാകുമ്പോഴേ ഇങ്ങനെ ഫുള്ളായിട്ട് കള്ളിയിലായിട്ട് ഐസ് അടിച്ചിട്ടുണ്ട്. ഐസ് കുത്തി എടുക്കണ്ട. കണ്ട ഇതാണ് സ്റ്റോറ്. ഇതേ ഇവിടെ കൂന്തൽ ഒരു കള്ളി അടിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല കേട്ടോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. മറ്റേ ഒരു ദിവസമല്ല പണി, വൈകുന്നേരത്തെ പണിയാണിപ്പോൾ നടക്കുന്നത്. നമ്മുടെ ഐസ് അവിടെ കോരി എടുക്കുകയാണ്. അതുപോലെ നമ്മൾ കൂന്തൽ ചെറിയൊരു കള്ളിയിലായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ബോക്സിലാണ് അടിച്ചിട്ടേക്കണ. ബോക്സിൽ കൊട്ടയിലൊക്കെ ആക്കി വെച്ചേക്കാണ്. ചേട്ടത് ഐസ് കോരി ഇടാണ്. കണ്ടാ സ്റ്റോറില് വലിയ ഐസിങ് തുടങ്ങിയ രീതിയിൽ ഐസിങ് അങ്ങ് തുടങ്ങിയിട്ടില്ല കേട്ടോ. ആദ്യത്തെ ദിവസമായോണ്ട് മിക്കതും ബോക്സിലാണ്. ഇത് കഴിഞ്ഞ് നാളെയൊക്കെ ബോക്സിൽ നിന്നൊക്കെ മറിച്ച് കള്ളിയിലോട്ടൊക്കെ അടിക്കണ കാണാം. അപ്പോൾ അതെ കണ്ടോ നിങ്ങൾ ജസ്റ്റ് ഐസ് ചെയ്ത് ഇട്ടേക്കണം. എല്ലാം റൈറ്റ് ഒന്ന് പറയാം. ഇതിനാ സ്രാവ്, മാച്ചാൻ, കിളി എല്ലാം കൂടിയാണ്. വങ്കട, വറ്റ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് മിക്സറായിട്ട് എന്ന് പറയാം. പൊത്തളിറക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാലത്തോട് വൈകുന്നേരം വരെ ഫിഷിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഫുഡ് അടിയും കാര്യങ്ങളുണ്ട്. ഫുഡൊന്നും അടിച്ചിട്ടില്ല. നമുക്ക് ഇന്ന് ബ്രെഡും അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പഴയ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ആങ്കർ ചെയ്യാൻ പോകണല്ലേ. ആങ്കറിന്റെ റോപ്പ് കെട്ട് വെച്ച് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മ ആങ്കർ. ഇത് നമ്മ കടലിലോട്ട് ഇപ്പോൾ ഇറക്കിയിട്ട് നാളെ പണിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആങ്കർ ചെയ്യാൻ പോകുന്നത് നമ്മ. അതൊരു ആങ്കർ റോപ്പാണ് കാണുന്നത്. അവിടുന്ന് ആങ്കർ റോപ്പ് ഇളക്കി വിടും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് കാണാം. ആങ്കറങ്ങനെ പോകാൻ പോണ്. 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 അപ്പൊ ആങ്കർ ഈശ്വര. അപ്പൊ ആങ്കർ ഇട്ട് അപ്പൊ ബീച്ചേട്ടാണ് ആങ്കർ പോകാൻ പോണ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആങ്കർ റോപ്പ് പോണുണ്ടോ? പിന്നെ ഇവിടുന്ന് പയ്യ ഇളക്കി കൊടുക്കും പോരാത്തുണ്ടെങ്കിൽ. ടൈറ്റ് ആയല്ല. അപ്പൊ ഇനിയിപ്പോ ആങ്കർ ഇട്ട് കഴിഞ്ഞില്ലേ? ആങ്കറിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഭക്ഷണം കഴിയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ഒരു കൈകൊട്ടിപ്പാട്ടുണ്ട്. ഈ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങ് അടിച്ചല്ല. നമുക്ക് അടുക്കളയിൽ ചെന്ന് നോക്കാം. അടുക്കളയിലെത്തി. അപ്പൊ ശ്രീനു ചേട്ടനാണ് നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം, ഫുഡൊക്കെ. അപ്പൊ ശ്രീനു ചേട്ടാ ഇന്നത്തെ ഫുഡ് എന്താണ് രാത്രി? രാത്രി നമുക്ക് ബ്രെഡും മീൻ കറി. മീൻ എന്ത് മീനാണ്? മീനിപ്പോ തളയനുണ്ട്, പിന്നെ 2 അയിലുണ്ട്, പിന്നെ ഒരു അയിലപ്പാലുണ്ട്. കാണിക്കാൻ പറ്റുമോ? അപ്പൊ ശ്രീനു ചേട്ടൻ കാണിച്ചു തരും കേട്ടോ. കറി എന്തോരോ എന്നിപ്പോ കാണാൻ മോനെ. ഇപ്പൊ മൂക്കിലോട്ടൊന്ന് അടിച്ചങ്ങ് കേറും പോക. റെഡി ആയിരിക്കാണ്. അമ്പോ കണ്ടത് നല്ല എരിവൊക്കെ മുളക് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടാ. ചുവന്ന് കിടക്കണ കറി അങ്ങനെ ചാറില് മുങ്ങി കിടക്കാണ്ടാ മീൻ. മണം മൂക്കിലോട്ട് അടിച്ചു കയറണം. ഇനി ബ്രെഡിന് ആവി കയറ്റണ്ടാ. ബ്രെഡിന് ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മളെ മീൻകറിയും ബ്രെഡും റെഡിയാവും. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. ആരു ചതിച്ച ചതിയോ പൊന്നേ ദൈവം വിധിച്ച വിധിയോ, ഞങ്ങളുടെ ഉള്ളിലെത്തിയൊന്നണയ്ക്കാൻ നേരൊന്നു കാട്ടണം ദൈവേ, നേരൊന്നു കാട്ടണം ദൈവേ. പാടിയ പാട്ടുകൾ കേട്ടാൽ പറഞ്ഞോർമ്മ പുതുക്കണ് പൊന്നേ, ചേരുള്ള പാട്ടുകൾ പാടാൻ ഈ മണ്ണിലാരണ്ട് മുത്തേ. മണ്ണിൽ മണമുള്ള പാട്ട് ഇനി പാടിത്തരാനാര്, കൺമറഞ്ഞെങ്ങോ നീ പോയി മാനത്തിരിക്കണ മുത്തേ, മാനത്തിരിക്കണ മുത്തേ. ഞങ്ങൾക്കൊരു നേരം കഞ്ഞി നാടൻ പാട്ടാലെ തന്നതും അല്ലേ, ആ പാട്ടു നിലച്ചൊരു കാലം നാവാലുണർത്തിയ മുത്തേ. അറിഞ്ഞില്ലേ ഞങ്ങളുടെ സ്നേഹം കണ്ണുനീരായൊഴുകിയ നേരം, അന്നു കിടന്ന കിടപ്പ്
കണ്ണിന്നു മായാത്തതെന്തേ ഇടാ നെഞ്ചിന്നു പോവാത്തതെന്തേ ആരു ചതിച്ച ചതിയോ ദൈവം വിധിയോ ഒരേ നെഞ്ചിലെ തീയൊന്നണയ്ക്കാൻ നേരൊന്നു കാട്ടണം ദൈവേ അടിപൊളി പാട്ട് നേരൊന്നു കാട്ടണം ദൈവേ രാജാക്കന്മാർ വന്ന് കരഞ്ഞില്ലേ അന്ന് കരച്ചലും കണ്ടു മനസ്സു തളർന്നു ഞങ്ങൾക്ക് കേരള നാട്ടിൽ പിറന്ന ഒരഴകുള്ള കരിമാടിയന്ന് ആരാരുമില്ലാത്തവർക്ക് അത്താണിയായൊരു മുത്തേ അത്താണിയായൊരു മുത്തേ ആരു ചതിച്ച ചതിയോ വിരിയോ ഞങ്ങളുടെ ഉള്ളിലെത്തിയൊന്നണയ്ക്കാൻ നേരൊന്നു കാട്ടണം ദൈവേ നേരൊന്നു കാട്ടണം ദൈവേ ഇളം നെഞ്ചിലെ ചൂടുള്ള കാലം ഓർക്കാതിരിക്കില്ല മുത്തേ ഓർക്കാതിരിക്കണ കാലം ഞങ്ങളും മണ്ണിലരിയും ഞങ്ങളും മണ്ണോടലിയും ആരു ചതിച്ച ചതിയോ ദൈവം വിരിച്ച വിധിയോ ഞങ്ങളുടെ ഉള്ളിലെത്തിയൊന്നണയ്ക്കാൻ നേരൊന്നു കാട്ടണം ദൈവേ നേരൊന്നു കാട്ടണം ദൈവേ കലക്കേട്ടാ അടിപൊളി പാട്ടാണ് നമ്മുടെ സീനിയർ ചേട്ടൻ പാടുന്നത്. അങ്ങനെ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാം. ബ്രെഡ് ഉണ്ടാക്കണം. ബ്രെഡ് റെഡി ആക്കാൻ കേട്ടാ മച്ചാമാരെ. നമ്മൾ ഫസ്റ്റ് ദിവസത്തെ വൈകുന്നേരത്തെ നല്ല അടിപൊളി നെയ്ത്തളയനാണ്. തളയന് നെയ്ത്തിരി കുറവാണെങ്കിലും അടിപൊളിയാണ്. നല്ല അടിപൊളി കറി, അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട്. ബ്രെഡും കൂടെ ഉണ്ടാ സൂപ്പറാണ്. കൈ കിട്ടുന്നുണ്ടോ ക്യാമറയിൽ? ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ തളയൻ കഷ്ണം കേട്ടോ. അപ്പോളാ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെ കമൻറ്റ് ചെയ്ത് പറയുക. നമ്മൾ ആദ്യത്തെ ദിവസത്തെ കാലത്തോട്ട് വൈകുന്നേരം എല്ലാ ഫിഷിങ്ങും ഞാൻ നിങ്ങളോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വൈൻഡപ്പ് ചെയ്യണി. നാളത്തെ ഫിഷിങ് നാളത്തെ ഒരു വീഡിയോ രീതിയിൽ എപ്പിസോഡ് 2 എന്ന് പറയാമെങ്കിൽ ഞാൻ നമ്മുടെ കടൽക്കൊമ്മലിൽ അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ആങ്കർ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഇനി അടിപൊളി കിടുക്കൻ ഫിഷിങ് ആയിക്കോട്ടെ നാളെ വരാൻ പോണത്. അപ്പോൾ ഇനി പറഞ്ഞങ്ങ് വെറുപ്പിക്കണം. നമുക്കൊരു അടിപൊളി അടുത്തൊരു കിടുക്കാച്ചി ഫിഷിങ്ങൊക്കെ കാണാം. അതുവരെ ബൈ ബൈ.